ഹായ്, എൻ്റെ പേര് സിനിയ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് തേർഡ് പാർട്ടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ലാംഗ്വേജിന്റെ പേരാണ്. ലാംഗ്വേജിന്റെ പേര് എന്താണ്? മഹാഗി എന്നാണ് ആ ലാംഗ്വേജിന്റെ പേര്. മഹാഗി എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ ഒരു നോവൽ ഉണ്ടായിരുന്നു. ആ നോവലിന്റെ പേരെന്തായിരുന്നു? ഫൂൽ ബഹദൂർ എന്നായിരുന്നു ആ ഒരു നോവലിന്റെ പേര്. അത് ഇംഗ്ലീഷിലേക്ക് ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ആരാണ് ഫസ്റ്റ് മഹാഗി എന്ന് പറഞ്ഞ ഭാഷയിൽ രചിച്ചിട്ടുള്ള ഫൂൽ ബഹദൂർ എന്ന് പറഞ്ഞ നോവല് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത്? ശർമ്മ സിംഗ്, അഭയ് കെ, ആദിത്യ രാഹു. ഇതിൽ ആരാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ? അഭയ് കെ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കെ എന്ന് പറഞ്ഞാൽ കുമാർ എന്നാണ് നോട്ട് ചെയ്യുന്നത്. അതായത് കുമാർ എന്നും ചോദിക്കാം, അല്ലെങ്കിൽ അഭയ് കെ എന്നും ചോദിക്കാം. ഏത് ചോദിച്ചാലും സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നോവൽ ഫൂൽ ബഹദൂർ എന്ന് പറഞ്ഞ നോവല് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് അഭയ് കെ. ഏത് ലാംഗ്വേജിലാണ് ആ നോവൽ ഉണ്ടായിരുന്നത്? മഹാഗി ലാംഗ്വേജിലാണ് അത് ഉള്ളത്. ഇന്ത്യയിലെ ഒരു ലാംഗ്വേജ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഫ്രം എ കാർ ഷെഡ് ടു ദി കോർണർ റൂം ആൻഡ് ബിയോണ്ട്. ഇതൊരു ബുക്കിന്റെ പേരാണ്. ബുക്കിന്റെ പേരാണ് ഫ്രം എ കാർ ഷെഡ് ടു ദി കോർണർ റൂം ബിയോണ്ട്. ഇത് ആരാണ് എഴുതിയത്? ഇതിന്റെ ഓഥർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എം മാനവ്, ആർ എസ് ശർമ്മ, എസ് രാമൻ. ആരാണ് ഈ നോവൽ എഴുതിയത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എസ് രാമൻ ആണ് ഈ ഒരു നോവൽ എഴുതിയത്. ഫ്രം എ കാർ ഷെഡ് ടു ദി കോർണർ റൂം ബിയോണ്ട്. അതാണ് ആ ബുക്കിന്റെ പേര്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 12,000 റൺസ് കണ്ടോ, 12,000 റൺസ് നേടിയ ഒരു വ്യക്തി. എന്തിനാണ് നേടിയത്? 2020 ഫോർമാറ്റിൽ 12,000 റൺസ് സ്കോർ ചെയ്ത ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ ആണ് അദ്ദേഹം. ആരാണ് അദ്ദേഹം? രോഹിത് ശർമ്മയാണോ, വിരാട് കോഹ്ലിയാണോ, അല്ലെങ്കിൽ MS ധോണിയാണോ? ആരാണ് 12,000 റൺസ് നേടിയിട്ടുള്ളത്? 2020 ഫോർമാറ്റിൽ 12,000 റൺസ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ആൻഡ് MS ധോണി. ആരാണ് കറക്റ്റ് ആൻസർ? വിരാട് കോഹ്ലി ആണ് കറക്റ്റ് ആൻസർ. വിരാട് കോഹ്ലി ആണ് 12,000 റൺസ് നേടുന്നത്. 2020 ഫോർമാറ്റിൽ ക്രിക്കറ്റിൽ 12,000 റൺസ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റർ ആണ് വിരാട് കോഹ്ലി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ കബഡി കളിക്കാൻ വന്നിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ കബഡി കളിച്ച ആളുകൾ എന്ന് ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിൽ എത്ര പേരാണ് പങ്കെടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കബഡി കളിക്കാർ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച പരിപാടിയിൽ എത്ര കളിക്കാർ പങ്കെടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 100 പേര്, 128 പേര്, 154 പേര്. ഇതിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 128 പേരാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 പാരീസ് ഒളിമ്പിക് ഗെയിമിന് ഇന്ത്യയുടെ ഫ്ലാഗ് ആരാണ് ഉയർത്തുന്നത്? MC മേരികോം ആണോ, വിരാട് കോഹ്ലി ആണോ, ശരത് കമൽ ആണോ? 2024 പാരീസ് ഒളിമ്പിക് ഗെയിമിലെ ഇന്ത്യയുടെ ഫ്ലാഗ് ആരാണ് ഉയർത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേരികോമും വിരാട് കോഹ്ലിയും ആദ്യം കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിൽ ഒരാളാണെന്ന് കരുതും. കാരണം നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആണ് അദ്ദേഹം. പക്ഷെ വേറൊരാളും കൂടെ ഉണ്ട്. ആരാണ്? ശരത് കമൽ. അദ്ദേഹമാണ് 2024 പാരീസ് ഒളിമ്പിക് ഗെയിമില് ഈ ഫ്ലാഗ് ഉയർത്തുന്നത്. ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലാഗ് ഉയർത്തുന്ന വ്യക്തി അദ്ദേഹമാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Among the following country, which one had the worst air quality according to Air Quality Report 2023? 2023 എയർ ക്വാളിറ്റി റിപ്പോർട്ട് അനുസരിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വേഴ്സ്റ്റ് എയർ ക്വാളിറ്റി ഉള്ളത്? അതായത് എയർ ക്വാളിറ്റിയുടെ വേഴ്സ്റ്റ് ലെവൽ ഉള്ളത് ഈ 3 കൺട്രീസിലും ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, ജപ്പാൻ. ഏതിലായിരുന്നു? യെസ്, ബംഗ്ലാദേശ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈ 3 കൺട്രീസുകളിലും ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള എയർ ക്വാളിറ്റി ഉള്ളത് ആർക്കായിരുന്നു? ബംഗ്ലാദേശിനായിരുന്നു. എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 കണക്കനുസരിച്ചിട്ടാണ് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള എയർ ക്വാളിറ്റി ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നത്, ഈ 3 കൺട്രീസിലും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ബീഹാറിലുള്ള 2 ബേർഡ് സാങ്ച്വറീസുകൾ റംസാർ കൺവെൻഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് 2 ബേർഡ് സാങ്ച്വറീസുകൾ, അത് എവിടെയാ ഉള്ളത്? ബീഹാറിലാണുള്ളത്. ബീഹാറിലുള്ള 2 ബേർഡ് സാങ്ച്വറീസുകൾ നമ്മുടെ റംസാർ കൺവെൻഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്.
ഈ മൂന്നെണ്ണത്തിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇത് മൂന്നും ഇന്ത്യയിലുള്ളതാണ്, മൂന്നും റംസാർ കൺവെൻഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളതാണ്. പക്ഷേ രണ്ട് ബേർഡ് സാങ്ച്വറീസിന്റെ കാര്യം പറയുന്നുണ്ട് ബീഹാറിൽ. അത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നാഗിയാൻ ലക്തി ആണോ, ചിൽക്ക ലേക്ക് ആണോ, അല്ലെങ്കിൽ മഗഡിക്കേര കൺസർവേഷൻ റിസർവ് ആണോ? ഇതിപ്പോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് പേരുള്ളത് നാഗിയാൻ ലക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഇതല്ലാതെ നമുക്ക് ഓപ്ഷൻസ് തരും, അപ്പൊ നമുക്ക് തെറ്റിപ്പോരുത്. ഈ ചിൽക്ക ലേക്കും അതുപോലെ തന്നെ ഈ വരുന്ന മഗഡിക്കേര കൺസർവേഷൻ റിസർവ് ഒക്കെ എന്താണ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നത് തന്നെയാണ്. ബീഹാറിലുള്ള 2 ബേർഡ് സാങ്ച്വറീസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് നാഗിയാൻ ലക്തിയാണ്. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ബീഹാർ പറയുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റംസാർ സൈറ്റിൽ വന്നതാണ്. ഇതിലേതാണ് ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ആദ്യത്തെ കൃത്രിമ റംസാർ ലിസ്റ്റിൽ വന്നത്? അതായത് കൃത്രിമമായിട്ടുള്ള ഒരു കാര്യം റംസാർ ലിസ്റ്റിൽ വന്നിരുന്നു. കൃത്രിമമായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള തരത്തിൽ. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാഗിയാൻ ലക്തിയാണോ, ചിൽക്ക ലേക്ക് ആണോ, അല്ലെങ്കിൽ മഗഡിക്കേര കൺസർവേഷൻ റിസർവ് ആണോ? മഗഡിക്കേര കൺസർവേഷൻ റിസർവ് ആണ് വരുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ്, അതാണ് റംസാർ ലിസ്റ്റിൽ വന്നത്. ഈ ചിൽക്ക ലേക്ക് വന്നിട്ടുണ്ട്. ചിൽക്ക ലേക്കും എവിടെ വന്നിട്ടുണ്ട്? റംസാർ ലിസ്റ്റിൽ ഉള്ളതാണ്. ഇനി എന്താണ് ഈ റംസാർ ലിസ്റ്റ്? നമ്മൾ റംസാർ ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇത് എന്താണ് എന്നതും കൂടെ നമുക്കറിയാം. റംസാർ ലിസ്റ്റ് യുനെസ്കോയുടെ അണ്ടറിൽ വരുന്ന ഒരു ലിസ്റ്റാണ്. അതായത് ഇതിന്റെ ഉദ്ദേശം എന്താണ്? 1971 ഫെബ്രുവരി 2-ാം തീയതി 1971 ഫെബ്രുവരി 2-ാം തീയതി റംസാർ എന്ന് പറഞ്ഞ സ്ഥലം, ഇറാനിലുള്ള റംസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു എൻവയോൺമെന്റൽ ട്രീറ്റി നടന്നത്. ഇതൊരു എൻവയോൺമെന്റൽ ട്രീറ്റിയാണ്, ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ട്രീറ്റിയാണ്. അതായത് ഈ സംരക്ഷിക്കപ്പെടേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രീറ്റി നടക്കുന്നത്. എപ്പോഴാണ്? 1971 ഫെബ്രുവരി 2-നാണ് ഇറാനിലുള്ള റംസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. ആരുടെ അണ്ടറിലാണ്? യുനെസ്കോയുടെ അണ്ടറിലാണ്. ഇതിനെ കൺവെൻഷൻ ഓഫ് വെറ്റ്ലാൻഡ് എന്ന് വിളിക്കാറില്ല. ഈ തണ്ണീർത്തടം, അതാണ് ഈ വെറ്റ്ലാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൺവെൻഷൻ ഓഫ് വെറ്റ്ലാൻഡ് എന്നും ഈ ഒരു റംസാർ കൺവെൻഷനെ വിളിക്കുന്നുണ്ട്. ഈ റംസാർ കൺവെൻഷന്റെ പ്രത്യേകത എന്താണ്? 1971 ഫെബ്രുവരി 2-ാം തീയതി ഇറാനിലുള്ള റംസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ട്രീറ്റി നടക്കുന്നത്. യുനെസ്കോയുടെ കീഴിലാണ് ഇതുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ മറ്റൊരു പേരെന്താണ്? കൺവെൻഷൻ ഓഫ് വെറ്റ്ലാൻഡ് എന്നും ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാമി അഭിയാൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് അബ്യൂസിനെതിരെയായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ദാമി അഭിയാൻ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ദ ഡ്രഗ് അബ്യൂസിനെതിരെ, മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ വന്നിട്ടുള്ള ഒരു ഇതിൽ ഏത് സ്റ്റേറ്റ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാമി അഭിയാൻ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആണ്. അത് വിച്ച് സ്റ്റേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഉത്തരാഖണ്ഡ് ആണോ, കേരളമാണോ, ആസാമാണോ? കേരളം കിടക്കുന്നത് കണ്ടിട്ട് കേരളമാണെന്ന് കരുതണ്ട, കേരളം അല്ല. ആരാണ്? ഉത്തരാഖണ്ഡാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഉത്തരാഖണ്ഡാണ് ദാമി അഭിയാൻ അങ്ങനെ ഒരു പ്രോഗ്രാം എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ട്? ഡ്രഗ് അബ്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇന്ത്യയിലെ ഫസ്റ്റ് റിസർച്ച് IIT സാറ്റലൈറ്റ് ക്യാമ്പസ് എവിടെയാണ് സെറ്റ് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഫസ്റ്റ് റിസർച്ച് IIT സാറ്റലൈറ്റ് ക്യാമ്പസ് ഇതിവിടെ എവിടെയാണ്? ഈ 3 സ്ഥലങ്ങളിൽ എവിടെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചിനാണോ, ചെന്നൈ ആണോ, ഉജ്ജയിൻ ആണോ? ഇവിടെയും കൊച്ചിൻ ആദ്യം കിടക്കുന്നുണ്ട്. അങ്ങ് കൊച്ചിൻ അങ്ങ് അടയാളപ്പെടുത്തി കളയാമെന്ന് വിചാരിക്കരുത്. കൊച്ചിയല്ല. ഫസ്റ്റ് റിസർച്ച് IIT സാറ്റലൈറ്റ് ക്യാമ്പസ് എവിടെയാണ് വന്നിരിക്കുന്നത്? ചെന്നൈയിലും അല്ല, ഉജ്ജയിനിലാണ് വന്നിരിക്കുന്നത്. നോട്ട് ചെയ്യുക, എവിടെയാണ്? ഉജ്ജയിനിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് റിസർച്ച് IIT സാറ്റലൈറ്റ് ക്യാമ്പസ് വിൽ ബി സെറ്റപ്പ് ഇൻ ഉജ്ജയിൻ. ചെന്നൈ അല്ല, കൊച്ചിയല്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതെന്ന് വെച്ചാൽ സമാധാൻ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഈ അടുത്തൊരു കാലത്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്താണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ മറ്റുള്ളവർക്ക്, ഈ പബ്ലിക്സിന് അവരുടെ പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ടുള്ള ഒരു അവസരം, അതായത് പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നടന്ന ഒരു പ്രോഗ്രാമാണെന്ന് സമാധാൻ പ്രകാശ് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്? സമാധാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോഗ്രാം, സമാധാൻ പ്രകാശ് എന്ന് ഈ പറയുന്ന ഈ ഒരു പ്രോഗ്രാം
ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ വെച്ചിട്ട് സാധാരണക്കാർക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് വെച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹരിയാന, കേരള, തമിഴ്നാട്. ഇവിടെയും എന്താണ്, കേരളവും തമിഴ്നാടും ഉണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും അല്ല ചെയ്തത്. ആരാണ് ചെയ്തത്? ഹരിയാന ഗവൺമെന്റ് ആണ് ഇത് ചെയ്തത്. ഹരിയാന ഗവൺമെന്റിന്റെ പ്രോഗ്രാം ആണ് സമാധാൻ പ്രകാശ്. അത് എന്താണിത്? പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഒരു പ്രോഗ്രാം വെക്കുന്നതാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഇന്ന് ഈ സമാധാൻ പ്രകാശ് എന്ന് പറഞ്ഞാൽ. അത് ഹരിയാന ഗവൺമെന്റിന്റെ പ്രോഗ്രാം ആണ്. കേരളവും തമിഴ്നാടൊക്കെ തന്നാൽ അതല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസി ജാക്കിങ്. ജ്യൂസി ജാക്കിങ് എന്ന് കേൾക്കുമ്പോൾ ജ്യൂസ് കുടിക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേ വേണ്ട. അതിനെ കുറിച്ചൊന്നുമല്ല ഇവിടെ പറയുന്നത്. ജ്യൂസി ജാക്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അൺഓതറൈസ്ഡ് ആക്സസ് ടു ഫോൺ കോൾ, ഹാക്കിംഗ് ഇൻടു ദി ബാങ്കിംഗ് ആപ്പ്, ടെമ്പറിംഗ് വിത്ത് പബ്ലിക് USB ചാർജിംഗ് പോർട്ട് ടു സ്റ്റീൽ ഡാറ്റ. അതായത് ഈ ജ്യൂസിങ് ജാക്കിങ് എന്ന് പറഞ്ഞാൽ ഈ 3 ക്രൈമിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇതിൽ ഏതാണ് ഈ ജ്യൂസിങ് ജാക്കിങ് എന്ന് പറഞ്ഞാൽ? ഇവിടെ പറയുന്നത് ഡാറ്റ മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, ഡാറ്റ കക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ആ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് നമുക്കൊരു പ്രത്യേകതയുണ്ട് അല്ലെ, നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്ത് ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ നമുക്ക് ഒരുപാട് പ്ലഗുകൾ കാണാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും? ഫോണിന്റെ ചാർജ് തീർന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യാൻ അതിനകത്ത് നമ്മുടെ ചാർജർ ആയിരിക്കുമെങ്കിൽ കൂടി നമ്മൾ ആ പ്ലഗിൽ എന്ത് ചെയ്യും? അതിൽ കുത്തിയിട്ട് ചാർജ് ചെയ്യും. അങ്ങനെ ചാർജ് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ട്. ആ ചാർജർ വഴി, ആ ചാർജ് ചെയ്യുന്ന ആ ഒരു ഇത് വഴിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഹാക്കേഴ്സിന്? നമ്മുടെ ഫോണിലെ ഡീറ്റെയിൽസ് മോഷ്ടിക്കാനും നമ്മുടെ ഫോണിലുള്ള പൈസ അത് മോഷ്ടിക്കാനൊക്കെ സാധിക്കും. അപ്പൊ അതിനെതിരെയായിട്ട് റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജ്യൂസി ജാക്കിങ് എന്ന് പറഞ്ഞാൽ. അതായത് അതിനെക്കുറിച്ച് അവർ പറയുന്നതാണ് ഈ ജ്യൂസി ജാക്കിങ് എന്ന്. ഈ ഫോൺ കോൾ അല്ല അവിടെ വരുന്നത്. എന്താ പറയുന്നത്? ഡാറ്റ മോഷ്ടിക്കുകയാണ്. നമ്മൾ ഈ പൊതുവായിട്ടുള്ള USB ചാർജിംഗ് പോർട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ഇത് കുത്തി വെക്കുമ്പോൾ, നമ്മുടെ ഫോൺ കുത്തി വെക്കുമ്പോൾ, ചാർജ് ചെയ്യാനായിട്ട് അതിന് വെക്കുമ്പോൾ നമ്മുടെ ഡാറ്റാസ് അവർ കളക്ട് ചെയ്യുന്നതിനെയാണ് ഈ പറയുന്നത്. അതൊരു ഹാക്കിംഗ് ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് പറയുന്നത്. ഇതൊരു സൈബർ അറ്റാക്ക് ആണ്. അതായത് ഈ ഒരു ജ്യൂസ് ജാക്കിങ് എന്ന് പറഞ്ഞാൽ ജ്യൂസ് കുടിക്കുന്ന കാര്യമൊന്നുമല്ല, അതൊരു സൈബർ അറ്റാക്കിംഗ് ആണ്. ഈ സൈബർ അറ്റാക്കിങ്ങിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു ചിലപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഇടം ആയിരിക്കും. അവിടെ ആയിരിക്കും നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ അവിടെ കൊണ്ടുപോയി ഇത് കുത്തി വെക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ആ ഒരു ഫോണിലുള്ള ഡാറ്റാസ് മുഴുവനും അവർ ഹാക്ക് ചെയ്തിടും. ഈ ഒരു ജ്യൂസി ജാക്കിങ് എന്ന് പറഞ്ഞ ഒരു വേർഡ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് 2011 ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബ്രയാൻ ക്രൈബ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബ്രയാൻ ക്രൈബ്സ്. അദ്ദേഹമാണ് ഈ ഒരു വേർഡ്, ഈ ജ്യൂസി ജാക്കിങ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വേർഡാണ് അല്ലെ. ആ വേർഡ് എക്സാമിന് തന്നാൽ നമ്മൾ ജ്യൂസിന്റെ കാര്യമൊന്നും ഓർക്കണ്ട. ഇതാണ് പ്രശ്നം. ആരാണ് ഈ ഒരു വേർഡ് ആദ്യമായിട്ട് പറഞ്ഞത്? 2011 ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബ്രയാൻ ക്രൈബ്സ് ആണ് അത് പറഞ്ഞത്. അത് നോട്ട് പോയി, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹെയ്തിയിൽ നിന്ന്, അതായത് ഹെയ്തിയിൽ നിന്ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് തങ്ങളുടെ പൗരന്മാരെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിച്ച ഒരു പ്രവർത്തനത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെയ്തിയിൽ നിന്ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിച്ച പ്രവർത്തനത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 എണ്ണം തന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ഇന്ദ്രാവതി, ഓപ്പറേഷൻ ഹിമാലയ. ഇതിൽ ഏതായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച ഓപ്പറേഷന്റെ? ഓപ്പറേഷൻ ഗംഗയാണോ, ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണോ, ഓപ്പറേഷൻ ഹിമാലയാണോ? ഏതാണ്? ഡൗട്ട് വേണ്ട, ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി വഴിയാണ് ഹെയ്തിയിൽ നിന്ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് തങ്ങളുടെ പൗരന്മാരെ ഇന്ത്യ ഒഴിപ്പിച്ചത്, അങ്ങോട്ട് മാറ്റിയത്. ഈ ഒരു ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് ജിഗാ ഇന്ത്യയിലെ ഫസ്റ്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ആയിരിക്കാം, ഗുജറാത്ത് ആയിരിക്കാം, മഹാരാഷ്ട്ര ആയിരിക്കാം, തമിഴ്നാട് ആയിരിക്കാം, ഇനി കേരളവും വരാം. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഫസ്റ്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഈ ഒരു ഫാക്ടറി ഒക്കെ കാണുമ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ച് വലുതായിട്ടൊന്നും ചിന്തിക്കില്ല, പക്ഷെ അതാണ് കറക്റ്റ്.
ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഫസ്റ്റ് ബാറ്ററി എനർജി സ്റ്റോറേജ് ജിഗാ ഫാക്ടറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചെറിയൊരു ഇത് ഗുഡ് ഇനഫ് എനർജി, അതായത് ഗുഡ് എനഫ് എനർജിയാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ജമ്മു ആൻഡ് കാശ്മീർ. ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് 2026 ആവുമ്പോഴേക്കും ഇതിന്റെ ഒരു കപ്പാസിറ്റി 20 GWh ആയിട്ട് മാറും. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് എവിടെയാണുള്ളത്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. 2026 ആകുമ്പോഴേക്കും ഈ ഫാക്ടറി വിൽ ബി ഒരു 20 GWh കപ്പാസിറ്റിയിൽ വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഈ താഴെ പറയുന്ന 3 ഡേറ്റ്സുകളിൽ ഏതാണ് ആഗോള ഊർജ ദിനം? അതായത് ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ഈ പറയുന്ന 3 എണ്ണത്തിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൂലൈ 10 ആണോ, 11 ആണോ, 12 ആണോ? ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ ജൂലൈ 10 ആണ് കറക്റ്റ് ആൻസർ. ജൂലൈ 10-ാം തീയതിയാണ് നമ്മൾ ഗ്ലോബൽ എനർജി ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡേയ്സുകൾ ഒരിക്കലും മറക്കരുത്. ബുക്സുകളും, അതായത് ബുക്സിന്റെ ഓതേഴ്സും മറക്കരുത്. അതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഏത് രാജ്യമാണ് അടുത്തിടെ ഒരു ന്യൂക്ലിയർ ബാറ്ററി ലോഞ്ച് ചെയ്തത്? വേൾഡ് ഫസ്റ്റ് ന്യൂക്ലിയർ ബാറ്ററി ലോഞ്ച് ചെയ്തത് ഈ താഴെ കാണുന്ന ഏത് രാജ്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ, ചൈന, ഫ്രാൻസ്, ഈ 3 രാജ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് വേൾഡിൽ ഫസ്റ്റ് ന്യൂക്ലിയർ ബാറ്ററി ലോഞ്ച് ചെയ്തത് ഏത് കൺട്രിയാണ്? ഇന്ത്യയാണോ, ചൈനയാണോ, ഫ്രാൻസ് ആണോ? ഇന്ത്യ ആദ്യം കിടക്കുന്നുണ്ട്. എന്നാ ഇന്ത്യ എന്ന് വിചാരിച്ചേക്കാം എന്ന് വിചാരിക്കരുത്. ഇന്ത്യ, ചൈനയാണ്. Which country has recently launched the world first nuclear battery എന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ഇന്ത്യയുമല്ല, ഫ്രാൻസും അല്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഈ താഴെ പറയുന്ന 3 ഓപ്ഷൻസിൽ മധ്യപ്രദേശ് പറയുന്നുണ്ട്, കേരളം പറയുന്നുണ്ട്, ആന്ധ്രാപ്രദേശ് പറയുന്നുണ്ട്. ഈ 3 സ്റ്റേറ്റുകളിൽ സ്റ്റാറ്റ്യൂ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അതിന്റെ മലയാളം പറഞ്ഞാൽ സമൂഹ നീതിയുടെ പ്രതിമ, അങ്ങനെ നമുക്ക് പറയാം. സ്റ്റാറ്റ്യൂ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഈ 3 സ്റ്റേറ്റിൽ എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് ഈ ഒരു സ്റ്റാറ്റ്യൂ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ഓപ്ഷൻസ് ഉണ്ട്. മധ്യപ്രദേശ്, കേരളയല്ല, മധ്യപ്രദേശും അല്ല. ഏതാണ് ആൻസർ? ആന്ധ്രാപ്രദേശ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ സ്റ്റാറ്റ്യൂ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എവിടെയാണുള്ളത്? ആന്ധ്രാപ്രദേശിലാണുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റുപ്പേ പ്രൈം വോളിബോൾ ലീഗ്. ക്വസ്റ്റ്യൻ കേൾക്കുക, ആ പേര് കേൾക്കുക. റുപ്പേ പ്രൈം വോളിബോൾ ലീഗ് 3. ഇതിന്റെ അംബാസിഡർ, ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പേര് നോട്ട് ചെയ്യുക. റുപ്പേ പ്രൈം വോളിബോൾ ലീഗ് 3 ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇതിൽ ആരാണ്? ഹൃതിക് റോഷൻ ആണോ, അക്ഷയ് കുമാർ ആണോ, വരുൺ ധവാൻ ആണോ? ഇത് 3 ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അപ്പൊ ഇവരൊക്കെ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആയിട്ട് പലതിലും വരാറുണ്ട്. പക്ഷെ ഈ റുപ്പേ പ്രൈം വോളിബോൾ ലീഗിന്റെ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആരാണ്? ഹൃതിക് റോഷൻ ആണ് കറക്റ്റ് ആൻസർ. അദ്ദേഹമാണ് എന്തിന്റെ ബ്രാൻഡ് അംബാസിഡർ? റുപ്പേ പ്രൈം വോളിബോൾ ലീഗിന്റെ ലീഗ് 3 അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഭൂട്ടാന്റെ പരമോന്നതമായിട്ടുള്ള സിവിലിയൻ ബഹുമതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഭൂട്ടാൻ. ഭൂട്ടാന്റെ ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡിന്റെ പേരെന്താണ്? 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 4 എണ്ണത്തിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? ഓർഡേഴ്സ് ഓഫ് ഭൂട്ടാനിസ് ഡ്രാഗൺ. ഓർഡേഴ്സ് ഓഫ് ഭൂട്ടാനിസ് ഡ്രാഗൺ അതാണോ? ഓർഡേഴ്സ് ഓഫ് ബ്രില്യൻ ജോയ് അതാണോ? ഓർഡർ ഓഫ് ദി ഡ്രക്ക് കാൽപ്പ. പേര് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഒരു ടഫ് ആയിട്ടൊക്കെ തോന്നും. എങ്കിൽ കൂടിയും അതിന്റെ ആൻസർ കിട്ടുമ്പോൾ ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് ഒരു ചെറിയൊരു ലിങ്ക് ഇട്ട് വെക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് വരും. 4ാമത്തെ എന്താണ്? ഓർഡർ ഓഫ് ദി ഡ്രാഗൺ കിങ്. ഇതിലേതാണ് ഈ ഒരു ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്? ഭൂട്ടാന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓർഡർ ഓഫ് ഡ്രക്ക് ഗാൽപ്പോയാണ് കറക്റ്റ് ആൻസർ. ഈ 3ാമത്തെ ഗാൽപ്പോ എന്ന് നോട്ട് ചെയ്യുക. ഗാൽപ്പോയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതാണ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഭൂട്ടാൻ. ഭൂട്ടാന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നവോറാം റോഷിബിന ദേവി. ഈ ഒരു പേര് ഒന്ന് നോട്ട് ചെയ്യാം. നവോറാം റോഷിബിന ദേവി. അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഈ അടുത്തായിട്ട്, ഈ റീസെന്റ് ആയിട്ട്
ഇന്റർനാഷണൽ വിഷു വുമൺ അത്ലറ്റ്സ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ ഒരു അവാർഡ് കിട്ടിയായിരുന്നു. അതായത് ഇന്റർനാഷണൽ വിഷു വുമൺ അത്ലറ്റ്സ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ ഒരു അവാർഡ് കിട്ടിയിരുന്നു. ഈ വ്യക്തി ഏത് സ്റ്റേറ്റിന്റെ കീഴിലുള്ളതാണ്, അതായത് ഏത് സ്റ്റേറ്റിലുള്ള വ്യക്തിയാണ് ഈ നവോറാം റോഷിബിന ദേവി? രണ്ട് രീതിയിലും ചോദിക്കാം. ഈ നവോറാം റോഷിബിന ദേവിക്ക് കിട്ടിയ പ്രൈസ് ഏതാണ് എന്നും ചോദിക്കാം. അല്ല എങ്കിൽ അവർ ഏത് സ്റ്റേറ്റിൽ ഉള്ളതാണ്, അതായത് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് അവരുള്ളതെന്നും ചോദിക്കാറുണ്ട്. നാഗാലാൻഡ് ആണോ, മണിപ്പൂർ ആണോ, കേരള ആണോ? ഇതിന് നമുക്കറിയാം കേരള അല്ല എന്നല്ലേ. കാരണം എന്താണ്, ഈ ഒരു പേര് കേരളവുമായിട്ട് കണക്ഷൻ വരുന്നില്ല. ഇങ്ങനെ ഒരു പേര് കേരളത്തിൽ കുറവാണ് അല്ലെ. പിന്നെ വരുന്ന നാഗാലാൻഡും മണിപ്പൂരാണ്. ഇവിടെ രണ്ടിടത്തും ഇതേപോലെ പേരുകളുണ്ട്. പക്ഷെ കറക്റ്റ് ആൻസർ ഏതാണ്? മണിപ്പൂരാണ് കറക്റ്റ് ആൻസർ. അതായത് നവോറാം റോഷിബിന ദേവി മണിപ്പൂർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ബിലോങ് ചെയ്യുന്ന ആളാണ്. അവർക്ക് കിട്ടിയ അവാർഡിന്റെ പേരെന്താണ്? ഇന്റർനാഷണൽ വിഷു വുമൺ അത്ലറ്റ്സ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ അവാർഡാണ് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2024 ഇന്റർനാഷണൽ വുമൻസ് ഡേയുടെ തീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2024 ഇന്റർനാഷണൽ വുമൻ ഡേയുടെ തീം എന്താണ്? ഇൻവെസ്റ്റ് ഇൻ വുമൻ, ആക്സിലറേറ്റീവ് പ്രോഗ്രാം, തിങ്സ് ഈക്വൽ, ബിൽഡ് സ്മാർട്ട്, സ്റ്റെപ്പ് ഇറ്റ് അപ്പ് ഫോർ ജെൻഡർ ഇക്വാളിറ്റി. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? 2024 ഇന്റർനാഷണൽ വുമൻ ഡേയുടെ തീം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് തീം? ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റീവ് പ്രോഗ്രാം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് പറയാം. 8-ാം തീയതി മാർച്ച് 8-നാണ് ഇന്റർനാഷണൽ വുമൻ ഡേ വരുന്നത്. ഇന്റർനാഷണൽ വുമൻ ഡേ 2024ന്റെ തീം ഇതാണ്. അതായത് എന്താണ് ആ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്ത്രീകളിൽ നിക്ഷേപിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ത്രീകളിൽ വിശ്വസിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻവെസ്റ്റ് ഇൻ വുമൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ വിശ്വസിക്കുക, അവരുടെ പുരോഗതിയെ എന്ത് ചെയ്യുക? ത്വരിതപ്പെടുത്തുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാർച്ച് 8-ആണ് ഇന്റർനാഷണൽ വുമൻ ഡേ. ഇതിന്റെ തീം എന്താണ്? സ്ത്രീയെ വിശ്വസിക്കുക, സ്ത്രീയിൽ നിക്ഷേപിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ത്രീയെ വിശ്വസിക്കുക എന്നാണ്. സ്ത്രീയെ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? അവരുടെ ഒരു വിജയത്തിന് വേണ്ടി, അവരുടെ പുരോഗതി ത്വരിതപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് ഇതിന്റെ തീം. ഇന്റർനാഷണൽ വുമൻ ഡേ 2024ന്റെ തീമാണിത്. മാർച്ച് 8-ആണ് ഇന്റർനാഷണൽ വുമൻ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ആപ്പുമായി ബന്ധപ്പെട്ടാണ്. സാക്ഷം ആപ്പ് എന്നാണ് ആപ്പിന്റെ പേര്. എന്താണ്? സക്ഷം ആപ്പ്. സക്ഷം ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത എന്താണ്? വിച്ച് മിനിസ്ട്രി ലോഞ്ച്ഡ്, അതായത് ഏത് മിനിസ്ട്രിയാണ് ഈ ഒരു ആപ്പ് എന്ത് ചെയ്തിരിക്കുന്നത്? ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണോ, ഇലക്ഷൻ കമ്മീഷൻ ആണോ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്? എന്താണിത്? സാക്ഷം ആപ്പ് ആരുടെയാണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും മിനിസ്ട്രി ഓഫ് ഹെൽത്തും ചിന്തിക്കേണ്ട, അതല്ല. ഇലക്ഷൻ കമ്മീഷൻ ആണ് ഈ ഒരു ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? വോട്ട് ചെയ്യാനായിട്ട് വികലാംഗരായിട്ടുള്ള വ്യക്തികളും കൂടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള വ്യക്തികളും കൂടെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വികലാംഗർക്ക് എളുപ്പത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിൽ നല്ല രീതിയിലുള്ള സൗകര്യമൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആപ്പിന്റെ പ്രത്യേകത എന്താണ്? അതുപോലെ അതായത് ഈ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് കുറച്ചും കൂടെ വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആപ്പ് വരുന്നത്. ഓക്കെ, അത് മറക്കരുത്. ഇലക്ഷൻ കമ്മീഷന്റെ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. 2024 ഇന്ത്യൻ നേവി ഈ താഴെ പറയുന്നതിൽ ഏതാണ് ഡിക്ലെയർ ചെയ്തത്? 2024 ഇന്ത്യൻ നാവികസേന, അതായത് 2024 ഇന്ത്യൻ നാവികസേന ഈ താഴെ പറയുന്നതിൽ എന്താണ് ഡിക്ലെയർ ചെയ്യുന്നത്? അതായത് അവരുടെ 2024 തീം എന്താണെന്നാണ് ചോദിക്കുന്നത്. ആ രീതിയിലും ഈ രീതിയിലൊക്കെ ചോദിക്കും. 2024ന്റെ തീം എന്താണ് ഇന്ത്യൻ നേവിയുടേത് എന്നും ചോദിക്കാം. അല്ലെങ്കിൽ വിച്ച് ദ ഫോളോയിങ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ബൈ ദ ഇന്ത്യൻ നേവി ആസ് ഓഫ് 2024 എന്നും ചോദിക്കാം. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇയേഴ്സ് ഓഫ് നേവൽ ഹീറോസ് ആണോ, ഇയേഴ്സ് ഓഫ് മാർട്ടൈൻ പോസിബിലിറ്റി ആണോ, ഇയേഴ്സ് ഓഫ് മാർട്ടൈൻ മൂന്നാമത്താണ് കറക്റ്റ്. ഇയേഴ്സ് ഓഫ് മാർട്ടൈൻ സെക്യൂരിറ്റി ആണ് അവരുടെ ഒരു തീം. 2024 തീം അതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു പേരാണ്, ഒരു ഫോഴ്സിന്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, BSP. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ആണ്, BSF എന്ന് പറയും. ഈ BSF-ല് റീസെന്റ് ഒരു വുമൺ സ്നീപ്പർ ആയിട്ട് വന്നിരുന്നു. അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബോർഡർ സെക്യൂരിറ്റി
സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യ വനിതാ സ്നീപ്പർ ആരാണ്? അവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ഇടയ്ക്ക് ഒരു സ്നീപ്പർ ആയിട്ട് ഒരു സ്ത്രീ വന്നിരുന്നു. ആ സ്ത്രീ ഫസ്റ്റ് ആണ്, ആദ്യമായിട്ടാണ് അവരതിൽ വരുന്നത്. ആ വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. BSF വന്നിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് വുമൺ സ്നീപ്പർ ആരാണ്? 3 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പൂജ കുമാരി, സുമൻ കുമാരി, ഋതു കുമാരി. 3 കുമാരിമാരാണ്. പക്ഷെ ഇതിലൊരു കുമാരിയാണ് കറക്റ്റ് ആൻസർ. ഏതായിരിക്കും ആ കുമാരി? പൂജ കുമാരിയാണോ, സുമൻ കുമാരിയാണോ, അല്ലെങ്കിൽ ഋതു കുമാരിയാണോ? ഏതാണ്? സുമൻ കുമാരിയാണ് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് വുമൺ സ്ലീപ്പർ ആരാണ്? സുമൻ കുമാരി. ഏത് ഫോഴ്സ് ആണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് വന്ന ഫസ്റ്റ് വുമൺ ആണ് ഈ ഒരു വ്യക്തി. ആരാണ്? സുമൻ കുമാരി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Who among the following has been appointed as the chief hydrographer of Government of India? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചീഫ് ഹൈഡ്രോഗ്രാഫർ ഈ താഴെ പറയുന്നതിൽ ആരാണെന്നാണ്, ഈ താഴെ പറയുന്ന വ്യക്തികളിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഭിഷേക് വർമ്മയാണോ, ലോചൻ സിംഗ് പദാനിയാണോ, യാദവ് ആണോ, തൃപ്തി വർമ്മയാണോ? ഇതിൽ ഒരാളാണ്. ആരാണത്? ചീഫ് ഹൈഡ്രോഗ്രാഫർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരാണ്? ലോചൻ സിംഗ് പദാനിയ. ലോചൻ സിംഗ് പദാനിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അദ്ദേഹമാണ് നമ്മുടെ ചീഫ് ഹൈഡ്രോഗ്രാഫർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ആരാണ്? ലോചൻ സിംഗ് പദാനിയ. ലോചൻ സിംഗ് പദാനിയ എന്ന് ഒന്ന് നോട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ISROയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ISROയ്ക്ക് ഒരു മിഷൻ ഉണ്ട്. ആ മിഷന്റെ പേരെന്താണ്? നമുക്കറിയാം, ഗഗൻയാൻ എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ട്. ഈ ഗഗൻയാൻ എന്ന് പറഞ്ഞ മിഷൻ, ആ ഒരു ദൗത്യത്തിന് മുമ്പ് ISRO ഒരു വനിതാ റോബോട്ടിനെ സ്പേസിലേക്ക് അയക്കും. അതായത് ഈ ഒരു മിഷന് മുമ്പ്, ഗഗൻയാൻ എന്ന് പറഞ്ഞ ISROയുടെ ഈ മിഷന് മുമ്പ് ISRO എന്ത് ചെയ്യും? ഒരു റോബോട്ടിനെ, ഒരു ഫീമെയിൽ റോബോട്ടിനെ സ്പേസിലേക്ക് വിടും. ആ റോബോട്ടിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അരുണ, കൽപ്പന, വ്യോമിത്ര. അരുണ, കൽപ്പന, വ്യോമിത്ര. ഇതിൽ ഏതാണ് ആ ഒരു റോബോട്ടിന്റെ, ഫീമെയിൽ റോബോട്ടിന്റെ പേര്? വ്യോമിത്ര എന്നാണ് അതിന്റെ പേര്. അത് മറന്നുപോകരുത്, വ്യോമിത്ര. അതാണ് എന്തിന്റെ പേര്? ഫീമെയിൽ റോബോട്ട്. ISROയുടെ ഗഗൻയാൻ എന്ന് പറഞ്ഞ മിഷന് മുമ്പായിട്ട് റോബോട്ടിനെ സ്പേസിലേക്ക് വിടുന്നുണ്ട്. അതൊരു ഫീമെയിൽ റോബോട്ടാണ്. ആ റോബോട്ടിന്റെ പേരാണ് എന്തെന്ന്? വ്യോമിത്ര. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ സ്പോർട്സുമായി, ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2024 പാരീസ് ഒളിമ്പിക് ഗെയിംസിലെ ടോർച്ച് ബെയറർ ആയിട്ട് വരുന്ന വ്യക്തി ഈ താഴെ പറയുന്നവയിൽ ആരാണ്? ഈ താഴെ പറയുന്ന വ്യക്തിയിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിജേന്ദർ സിംഗ് ആണോ, അഭിനവ് ബിന്ദ്രയാണോ, അല്ലെങ്കിൽ വീരേന്ദ്ര ലക്രയാണോ? ഇതിൽ ആരാണ് 2024 പാരീസ് ഒളിമ്പിക് ഗെയിമിലെ ടോർച്ച് ബെയറർ ആയിട്ട് വരുന്നത്? ആരാണ്? അഭിനവ് ബിന്ദ്രയാണ് വരുന്നത്. അഭിനവ് ബിന്ദ്രയാണ് കറക്റ്റ് ആൻസർ. ആരാണ്? അഭിനവ് ബിന്ദ്ര. എന്താണ് ആ ഒരു ഇതിന്റെ പേര്? ടോർച്ച് ബെയറർ. ഏത് ഗെയിമാണ്? 2024 പാരീസ് ഒളിമ്പിക് ഗെയിം. അതിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ താഴെ പറയുന്നതിൽ ഏത് കൺട്രിയാണ് ഡിജിറ്റൽ വിസ കൊടുത്തുകൊണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ളത്? ഈ താഴെ പറയുന്ന ഏത് രാജ്യമാണ് ഡിജിറ്റൽ വിസ ലഭ്യമാക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ നേഷനായിട്ട് മാറുന്നത്? ഇതിൽ ആരാണെന്നാണ് ചോദിച്ചിരുന്നത്. ഇന്ത്യ ആണോ, ഇറ്റലി ആണോ, ഫ്രാൻസ് ആണോ? ആരാണ്? ഫ്രാൻസ് ആണ് കറക്റ്റ്. ഇന്ത്യ ആണ് ആദ്യം കൊടുത്തപ്പോ എന്ത് വിചാരിക്കും? ഓ, ഇന്ത്യ ആയിരിക്കും, നമ്മുടെ കൺട്രി തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. അല്ല, ആരാണത്? ഫ്രാൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാരാമുണ്ട ഇന്റർ സ്റ്റേറ്റ് ബസ് ടെർമിനല് ഈ കാണുന്ന ഏത് സിറ്റിയിലാണ് BR അംബേദ്കറുടെ പേരിൽ അറിയപ്പെടുന്നത്? ജയ്സാൽമറിലാണോ, കൊച്ചിയിലാണോ, ഭുവനേശ്വറിലാണോ, സൂറത്തിലാണോ? ഏതിലാണ്? ബാരാമുണ്ട ഇന്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ, ISBT എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അങ്ങനെയും ചോദിക്കാം. ഏതാണ്? ഭുവനേശ്വർ ആണ് കറക്റ്റ് ആൻസർ. ഭുവനേശ്വറിലാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് കോപ്പർ ബാപ്പു ടവർ എവിടെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിൽ ആദ്യത്തെ കോപ്പർ ബാപ്പു ടവർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണോ, പട്നയിലാണോ, കൊച്ചിയിലാണോ? ഈ കോപ്പർ ബാപ്പു ടവർ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കൊച്ചിയിലാവാൻ സാധ്യതയില്ല. ഈ ഒരു പേര് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ വരുന്നത് ന്യൂഡൽഹിയും പട്നയാണ്. ഇതിൽ ഏത് സ്ഥലത്താണ്? ഏത് സിറ്റിയിലാണ്?
പട്നയിലാണ് കോപ്പർ ബാപ്പു ടവർ വരുന്നത്. അവിടെയാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പർ ബാപ്പു ടവർ എവിടെയാണ്? പട്നയിലാണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. കൊച്ചി അല്ല, ന്യൂഡൽഹി അല്ല, പട്നയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് അടുത്തത് ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ 3 പേരിൽ ഒരാൾക്കാണ് വൈൽഡ് ഫോട്ടോഗ്രാഫിയുടെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഓഫ് ദി ഇയർ പീപ്പിൾ ചോയ്സ് അവാർഡ് 2023. അതാണ് അതിന്റെ ഫുൾ ഫോം. അതായത് ഇത്രയുണ്ട്. എന്താണ്? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പീപ്പിൾ ചോയ്സ് അവാർഡ് 2023 കിട്ടിയിരിക്കുന്നത് ഈ 3 പേരിൽ ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിമ സരിഗണിക്കാണോ, ജ്യോതിക്കാണോ, സ്റ്റീവനാണോ? നിമ, സരിഗണി, ജ്യോതി ആൻഡ് സ്റ്റീവൻ. ഇതിൽ ആർക്കാണ്? സരിഗാനി എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇതിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? നിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. നിമ സരിഗാനിക്കാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പീപ്പിൾ ചോയ്സ് അവാർഡ് 2023 കിട്ടിയിരിക്കുന്നത്. സ്റ്റീവനും ഒന്നും വിചാരിക്കരുത്, ജ്യോതി ഒന്നും അല്ല. ആരാണ്? നിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് മാത്രം ഒന്ന്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി താഴെ പറയുന്ന 3 സ്ഥലങ്ങളിൽ എവിടെയാണ് ആദി മഹോത്സവ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് നടക്കുന്നത് എവിടെയാണ്? ആദി മഹോത്സവ ഈ പറയുന്ന ഏത് സിറ്റിയിലാണ്? ന്യൂഡൽഹിയിലാണോ, ഖജുരാഹോയിലാണോ, പട്നയിലാണോ? ഇതിൽ ഏത് സ്ഥലത്താണ് ഇത് നടക്കുന്നത്? ന്യൂഡൽഹി, പിന്നെന്താണ്? ഖജുരാഹോ, പട്ന. ഇതിൽ എവിടെയാണ് ആദി മഹോത്സവം എന്ന് പറഞ്ഞ മഹോത്സവ്? ആദി മഹോത്സവം എന്ന് പറയും. ആ മഹോത്സവ് ഇവിടെ എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയാണ് കറക്റ്റ് ആൻസർ. ന്യൂഡൽഹിയിലാണ് ആദി മഹോത്സവ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തെന്നാണ്? സെമി കണ്ടക്ടർ പോളിസിയെ കുറിച്ചിട്ട്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെമി കണ്ടക്ടർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ആദ്യമായിട്ട് സെമി കണ്ടക്ടർ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തത്? ഏത് സ്റ്റേറ്റ് ആണ്? ഉത്തർപ്രദേശ് ആണോ, ബീഹാർ ആണോ, ഹരിയാനയാണോ? ഉത്തർപ്രദേശ്, ബീഹാർ, ഹരിയാന. ഇവിടെ വേണമെങ്കിൽ കേരളമൊന്നും തന്നേക്കാട്ടോ, തമിഴ്നാടും തന്നേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡൗട്ട് ഒന്നും വരരുത്. അവരൊന്നുമല്ല, ഇതിൽ ഒരാളാണ്. ഉത്തർപ്രദേശ് ആണോ, ബീഹാർ ആണോ, ഹരിയാനയാണോ? കറക്റ്റ് ആൻസർ എന്താണ്? ഹരിയാനയാണ് കറക്റ്റ് ആൻസർ. അതായത് ഏത് സ്റ്റേറ്റ് ആണ് സെമി കണ്ടക്ടർ പോളിസി ഫസ്റ്റ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തത്? ഹരിയാന സ്റ്റേറ്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പുനേരി പാട്ടൻ എന്ന് പറഞ്ഞൊരു ടീം പ്രോ കബഡി ലീഗില് ഒരു ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് ടൈറ്റിൽ ആവുന്നുണ്ട്. ആ തോൽപ്പിച്ച ടീം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുനേരി പാട്ടൻ ഏത് ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പ്രോ കബഡി ലീഗിന്റെ ടൈറ്റിൽ ആയത്? 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജയ്പൂർ പിങ്ക് പാന്തേഴ്സ്, പട്ന പെറ്റേഴ്സ്, ഹരിയാന സ്റ്റീലേഴ്സ്, ബംഗാൾ വാരിയേഴ്സ്. ഇതിൽ ആരെ തോൽപ്പിച്ചുകൊണ്ടാണ് പുനേരി പാട്ടൻ പ്രോ കബഡി ലീഗിന്റെ ടൈറ്റിൽ ആയത്? ഇതിൽ ആരെയാണ്? ഹരിയാന സ്റ്റീലേഴ്സിനെയാണ്. ഹരിയാന സ്റ്റീലേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പ്രോ കബഡി ലീഗിന്റെ ടൈറ്റിൽ ആയിട്ട് പുനേരി പാട്ടൻ വരുന്നത്. നോട്ട് ചെയ്യുക. പ്രോ കബഡി ലീഗിന്റെ ടൈറ്റിൽ ആരെന്ന് ചോദിച്ചാൽ അത് പുനേരി പാട്ടൻ ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈ പുനേരി പാട്ടൻ ആരെയാണ് പരാജയപ്പെടുത്തിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരെയാണ്? ഹരിയാന സ്റ്റീലേഴ്സിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ പ്രോ കബഡി ലീഗ് സീസൺ 10 ഈ പുനേരി പാട്ടൻ ആരെ തോൽപ്പിക്കുന്നുണ്ട്? ഹരിയാന സ്റ്റീലേഴ്സിനെ തോൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഏത് സ്റ്റേഡിയത്തിൽ വെച്ചാണ്, എവിടെ വെച്ചാണ് എന്നും കൂടെ ചോദിക്കാറുണ്ട്. എവിടെ വെച്ചായിരുന്നു? ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. ഹൈദരാബാദിലുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ പേരെന്താണ്? ഗച്ചി ബൗളി ഇൻഡോർ സ്റ്റേഡിയം. ഗച്ചി ബൗളി ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ്? ഹൈദരാബാദിലാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പ്രോ കബഡി ലീഗ് സീസൺ 10 പുനേരി പാട്ടൻ ആരെ തോൽപ്പിക്കുന്നത്? ഹരിയാന സ്റ്റീലേഴ്സിനെ തോൽപ്പിക്കുന്നത്. മാത്രമല്ല ഈ ഒരു പുനേരി പാട്ടന്റെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അസ്ലം ഇനാംദാർ. അദ്ദേഹമായിരുന്നു മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ. ആ ഒരു സീസണിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആരായിരുന്നു? അസ്ലം ഇമാൻദാർ ആയിരുന്നു. അദ്ദേഹമായിരുന്നു പുനേരി പാട്ടന്റെ ക്യാപ്റ്റൻ. അപ്പൊ അത് നോട്ട് ചെയ്യുക. പുനേരി പാട്ടന്റെ ക്യാപ്റ്റൻ ആരാണ്? അസ്ലം ഇമാൻദാർ ആണ്. അദ്ദേഹമായിരുന്നു മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് ആ ഒരു സീസണിൽ വന്നത്. ഇനി ഇത് എവിടെ വെച്ചാണ് നടന്നത്? ഹൈദരാബാദിലുള്ള ഗച്ചി ബൗളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. പ്രോ കബഡി ലീഗ് സീസൺ 10 ആണ്. ജയിച്ചത് പുനേരി പാട്ടൻ ആണ്. തോറ്റത് ആരാണ്? ഹരിയാന സ്റ്റീലേഴ്സ് ആണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മേജർ രാധിക സെൻ. ഇതാണ് അറിയുന്നത്. മേജർ രാധിക സെന്ന്
ഒരു അവാർഡ് കിട്ടുന്നുണ്ട് 2023 UN മിലിറ്ററി അഡ്വക്കേറ്റ്സ് ഓഫ് ദി ഇയർ, UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ്സ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടുന്നുണ്ട്. അത് ആർക്കാണെന്ന് ചോദിക്കാറുണ്ട്. ആർക്കാണ്? മേജർ രാധിക സെന്നിനാണ് കിട്ടുന്നത്. എന്താണ് ഇമ്പോർട്ടന്റ്? 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ്സ് ഓഫ് ദി ഇയർ ആർക്കാണ് കിട്ടിയത്? രാധിക സെന്നിനാണ്. മേജർ രാധിക സെൻ. ഓക്കെ, നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മേജർ രാധിക സെൻ ആണ് 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ്സ് ഓഫ് ദി ഇയർ അവാർഡ് നേടിയത്. ഇനി അടുത്തത് മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ബില്ലി ആൻഡ് മോളി ആൻഡ് ഔട്ടർ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. അതാണ് 18th മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഉപയോഗിച്ച ആദ്യമായിട്ട് പ്രദർശിപ്പിച്ച സിനിമ. നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? 18ാമത് മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഓപ്പണിംഗ് ഫിലിമായിട്ട് ഏത് ഫിലിമാണ് കൊണ്ടുവന്നത് ചോദിക്കാറുണ്ട്. ബില്ലി ആൻഡ് മോളി ആൻഡ് ഔട്ടർ ലവ് സ്റ്റോറി, കണ്ടോ, ഇതാണ് ആ ഒരു ഫിലിം. ഇതാണ് ഓപ്പണിംഗ് ഫിലിമായിട്ട് കൊണ്ടുവന്നത്. ഇനി നമുക്ക് ഈ ഒരു 18th മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാനാണ്. ഇതിന്റെ സ്പെഷ്യൽ തീം എന്തായിരുന്നു? അമൃത് കാലായിരുന്നു ഇതിന്റെ സ്പെഷ്യൽ തീം. ഈ അമൃത് കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 25 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു വികസനത്തിലേക്ക്, അതായത് ഒരു സാങ്കേതികപരമായിട്ടും മറ്റുമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഒരു വികസന ഘട്ടത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു തീമാണ് അമൃത് കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാൽവെപ്പ്, അതായത് ഒരു അമൃതത്തിലേക്ക്, അതായത് അമൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നല്ലൊരു ഇതാണല്ലോ. അതായത് അമൃതം കഴിക്കുക അല്ലെങ്കിൽ അമൃത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ശക്തി നൽകുന്ന ഒരു മരുന്നാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു കാൽവെപ്പ് എന്ന രീതിയിലാണ് അമൃത് കാൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. 25 വർഷത്തിന് ശേഷം, അതായത് ഇപ്പോഴത്തെ കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഒരു സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികപരമായും സാങ്കേതികപരമായിട്ടും ഒക്കെ വികസനത്തിലേക്ക് എത്തുമെന്നതാണ് ഈ അമൃത് കാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തിന്റെ സ്പെഷ്യൽ തീമായിരുന്നു? 18th മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ സ്പെഷ്യൽ തീമായിരുന്നു. ഏതായിരുന്നു ഫിലിം? ഏതായിരുന്നു ഓപ്പണിംഗ് ഫിലിം? ബില്ലി ആൻഡ് മോളി ആൻഡ് ഔട്ടർ ലവ് സ്റ്റോറി ആയിരുന്നു അന്ന് ആദ്യമായിട്ട് ഒരു ഓപ്പണിംഗ് ഫിലിമായിട്ട് കൊണ്ടുവന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഈ യുവാക്കൾക്ക് വേണ്ടി അവർക്കൊരു ബിസിനസ് ഒക്കെ തുടങ്ങാനായിട്ട് 5 ലക്ഷം രൂപ വരെ പലിശ രഹിതമായിട്ട് ലോൺ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരാണ് മ്യുവ. ഈ പ്രോഗ്രാം ഏത് സ്റ്റേറ്റ് ആണ് കൊണ്ടുവന്നത്? അതായത് 5 ലക്ഷം രൂപ വരെ പലിശ രഹിതമായിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോൺ കൊടുക്കുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. ആ സ്കീം ആരാണ് ലോഞ്ച് ചെയ്തത്? ഏത് സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് ആണോ, മധ്യപ്രദേശ് ആണോ, ഒഡീഷയാണോ? ഏതായിരുന്നു? ഏത് സ്റ്റേറ്റ് ആയിരുന്നു? ഉത്തർപ്രദേശ് ആണ് കറക്റ്റ് ആൻസർ. അവരാണ് ഈ ഒരു സ്കീം കൊണ്ടുവരുന്നത്. അതായത് 5 ലക്ഷം രൂപ വരെ ബിസിനസ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ, ഇൻട്രസ്റ്റ് കൊടുക്കാത്ത ലോൺ കൊടുക്കുന്നത് ആരാണ്? ഉത്തർപ്രദേശ് ആണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. യുപിയിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള യോഗി ആദിത്യനാഥ് ആണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സ്കീമിന്റെ പേരെന്താണ്? മുഖ്യമന്ത്രി യുവ ഉദ്യമി വികാസ് അഭിയാൻ എന്നാണ് ഇതിന്റെ പേര്. ഉത്തർപ്രദേശിലാണ് ഇത് വരുന്നത്. ആരായിരുന്നു? യോഗി ആദിത്യനാഥ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരു ലക്ഷമെങ്കിലും എന്റർപ്രണേഴ്സ് വരണം. അതായത് 1 ലക്ഷമെങ്കിലും എന്റർപ്രണേഴ്സിനെ വളർത്തിയെടുക്കാൻ, യുവ സംരംഭകരെ വളർത്തിയെടുക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും 5 ലക്ഷം രൂപ എന്ന കണക്കിലാണ് ഇവര് ലോൺ കൊടുക്കുന്നത്. ഇതിൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടാണ് ഈ ലോൺ കൊടുക്കുന്നത്. അതായത് യുവതലമുറയെ വളർത്തിയെടുക്കാം. ബിസിനസ് ചെയ്യാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഇവരുടെ കയ്യിൽ ഉണ്ടാവില്ല, പണം ഉണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടി സഹായിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു അഭയാൻ വന്നിരിക്കുന്നത്, ഈ യോജന വന്നിരിക്കുന്നത്. ആരാണ് കൊണ്ടുവന്നത്? ഉത്തർപ്രദേശിലുള്ള ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ് ആണ് ഇത് കൊണ്ടുവന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? 1 ലക്ഷമെങ്കിലും എന്റർപ്രണേഴ്സിനെ വളർത്തിയെടുക്കുക, ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് 5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുക. ഇതാണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി നോട്ട് ചെയ്യാം.